നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള വിഷയം തന്നെയാണ്. അമ്മായിയമ്മ. കുടുംബാംഗങ്ങളെ തമ്മിൽ സ്നേഹത്തിൽ ഒന്നിച്ചു കൊണ്ടുപോകാനും പരസ്പരം തമ്മിലടിപ്പിച്ച് കുടുംബം കുട്ടിച്ചോറാക്കാനും ഈ പദവി കൊണ്ട് പറ്റും. മക്കൾ നല്ല നിലയ്ക്ക് ഒരു കുടുംബജീവിതം നയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ മക്കൾ എന്നെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ, ഞാൻ പറയുന്നത് മാത്രമേ ശരിവെക്കാൻ പാടുള്ളൂ, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും എൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായമെന്ന് ഞാൻ വാദിച്ചാലും എൻ്റെ കൂടെ തന്നെ അവർ നിൽക്കണം. അങ്ങനെയൊക്കെ പറയുന്ന ഒരു ധാർഷ്ട്യ മനോഭാവം ആദ്യം മാറ്റിയാൽ തന്നെ ഒരുവിധം കുടുംബങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം തീരും. നിങ്ങളുടെ മക്കൾ നിങ്ങളെ തന്നെയാണ്, അവർ സ്നേഹിക്കേണ്ടാന്നോ അവരുടെ കാര്യം നിങ്ങളിൽ ഇടപെടണ്ടാന്നോ ഒന്നും ആരും പറയണില്ല. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ അവരെങ്ങ് അവരുടെ പാട്ടിന് ജീവിക്കാൻ പറ്റേക്കണം. പ്രത്യേകിച്ച് അവരുടെ വിവാഹം കഴിഞ്ഞാൽ. മകനെ അടിമയായിട്ടും മരുമകളെ വേലക്കാരിയായിട്ടും കൊണ്ട് നടക്കുന്ന കാഴ്ചപ്പാടിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. പെൺമക്കളെ അവരുടെ ഭർത്താക്കന്മാർ പൊന്നുപോലെ കൊണ്ടു നടക്കണം കാണുമ്പോൾ അവരൊക്കെ നല്ലവരായിട്ടും സ്വന്തം മകൻ അവൻ്റെ ഭാര്യനെ പൊന്നുപോലെ നോക്കുന്നത് കാണുമ്പോൾ കണ്ടില്ലേ പെൺകോന്തൻ അവളെ തലയിൽ വെച്ചുകൊണ്ടാണ് നടക്കണേ എന്ന് പറയുന്ന അമ്മമാരുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, എല്ലാ മായമ്മമാരും ഒരിക്കൽ മരുമകളായി കയറി വന്നവർ തന്നെയല്ലേ. അപ്പോൾ ആര് മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങളുടെ മരുമക്കളെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ. ഭാര്യയുടെ ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിലും മറുഭാഗത്ത് തൻ്റെ അമ്മയായതുകൊണ്ട് മിണ്ടാതെ എല്ലാ സന്ദർഭങ്ങളിലും സഹിച്ചും ക്ഷമിച്ചും നിൽക്കേണ്ടി വരുന്ന നിങ്ങളുടെ മക്കളെ പറ്റിയിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീനെ മനസ്സിലാകുമെന്നാണ് പറയുക. പക്ഷേ ഇവിടെ സ്ത്രീക്ക് സ്ത്രീ തന്നെയാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്. സ്വന്തം വീടും വീട്ടുകാരെയും നാടും ഒക്കെ വിട്ട് നിങ്ങളുടെ മകനെ വിശ്വസിച്ച് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വന്ന മരുമക്കൾക്ക് ഒരുപാട് മാനസിക വിഷമങ്ങളുണ്ടാവും. ഈ പറിച്ച് നടൽ എന്നൊരു വേദന തന്നെയാണല്ലോ. അതിൻ്റെ ഇടയിൽ അവളെന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ കുറവുകൾ, ചെയ്തില്ലെങ്കിൽ അതിൻ്റെ തെറ്റ്, പൊടിപ്പും തുങ്ങലും ഒക്കെ ചേർത്ത് മകൻ്റെ ചെവിയിൽ ഓതിക്കൊടുത്ത് ഇവർ മകൻ്റെയും മരുമകളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ദിനം പ്രതി സൃഷ്ടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കെങ്ങനെയാണ് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുക? ഇതെല്ലാം അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹമാണെന്ന് എന്തിനും ഏതിനും ന്യായീകരിക്കുന്ന ആൺമക്കളെ നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. എത്ര നാൾ നിങ്ങളൊക്കെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കും? എല്ലാവരും പറയും ഭർത്താവിൻ്റെ വീട് സ്വന്തം വീടായി കാണണം, ഭർത്താവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി കാണണം. എന്നാൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ എല്ലാ മായമ്മമാരും ഈ കയറി വരുന്ന മരുമക്കളെ സ്വന്തം മകളായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ എല്ലാ കുടുംബത്തുള്ളൂ. മരുമകളുടെ സ്ഥാനത്ത് നിങ്ങളുടെ സ്വന്തം മകളാണെന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഈ അമ്മായിമ്മമാർക്കും എരിവ് കയറ്റി കൊടുക്കാനായിട്ട് ബന്ധുക്കളുടെ ഇടയിൽ നിന്നും നാട്ടുകാരുടെ ഇടയിൽ നിന്നും ചില നികൃഷ്ട സ്വഭാവമുള്ള ജീവികളുണ്ട് കേട്ടോ. പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ, ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ മക്കൾക്ക് വിവാഹാലോചന നടത്തുന്നതിന് മുന്നായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ സ്വയം ആലോചിച്ച് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. എൻ്റെ മകൻ്റെ ജീവിതം അത് അവൻ്റെ ജീവിതമാണ്. അത് ശരിയായാലും തെറ്റായാലും അവർ ജീവിക്കട്ടെ എന്നേ. തെറ്റുകളിലൂടെയാണല്ലോ ഓരോന്ന് പഠിക്കുക. നമുക്കറിവുള്ളത് വെച്ച് അവർക്ക് ശരികൾ പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിനങ്ങ് ജീവിക്കാൻ പറ്റേക്കണം. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. ഇന്ന് പലതും നടക്കും. പക്ഷെ അത് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ നടക്കാൻ പാടില്ല. എനിക്കിത്രേ സ്വാതന്ത്ര്യം അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ കയറി വരുന്ന മരുമകളും അങ്ങനെ ജീവിച്ചാൽ മതി, അവർക്ക് മാത്രം സ്വാതന്ത്ര്യമൊക്കെ മതി. അതൊന്നും ശരിയായൊരു രീതിയല്ല. എല്ലാ മരുമകളും നല്ലതാവണമെന്നില്ല, എല്ലാ അമ്മായിമ്മമാരും ചീത്തയാകണമെന്നുമില്ല. മരുമകളെ സ്വന്തം മക്കളായി കൊണ്ടു നടക്കുന്ന അമ്മായിമ്മമാരുണ്ട്. തിരിച്ച് അമ്മായിമ്മമാരെ സ്വന്തം അമ്മേനെക്കാട്ടും കൂടുതൽ സ്നേഹിച്ച് കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്ന മരുമകളുണ്ടെന്നേ. അവനവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടെങ്കിലേ നമുക്ക് മറുപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ പഴിക്കുന്നതിൽ അർത്ഥമുള്ളൂ. മരുമകളെ ഞാൻ എൻ്റെ മകളായിട്ടൊന്നും കാണാൻ എനിക്ക് പറ്റില്ല. പക്ഷേ അവൾ എനിക്ക് വേണ്ട എല്ലാ ബഹുമാനവും മര്യാദയും എല്ലാം ചെയ്തേ പറ്റൂ. എൻ്റെ അമ്മയായിട്ട് തന്നെ കണ്ടേ പറ്റൂ. ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിച്ചേ പറ്റൂ. അത് ശരിയല്ല. സ്വന്തം വീട്ടിൽ രാജകുമാരിയുടെ പോലെ ഒരു ഇല പോലും മലർത്തിയിടാതെ അത്രയും സന്തോഷിച്ച് സുഖിച്ച് കഴിയാന്ന് പറയില്ലേ, അങ്ങനെ കഴിഞ്ഞിരുന്ന പെൺകുട്ടിക്കോ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു വേലക്കാരുടെ പോലെ എല്ലാ പണിയും ചെയ്യണം. അപ്പോൾ ഒരു നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിൽ വേണ്ട, ചെയ്യാത്തതിൻ്റെയും ചെയ്തതിൻ്റെയും ഒക്കെ കുറ്റവും കുറവും പറഞ്ഞ് ബന്ധുക്കളുടെ മുമ്പിലും നാട്ടുകാരുടെ മുന്നിലും എന്തിനാന്നേ ഒരു മോശക്കാരിയായിട്ട് അവരെ ചിത്രീകരിക്കുന്നത്? എൻ്റെ മകൻ എന്നേക്കാൾ കൂടുതൽ അവളെ സ്നേഹിച്ചാലോ? അങ്ങനെയുള്ള പൊസസീവ്നെസ് ആണെങ്കിൽ ഞാനൊന്ന് പറയട്ടെ, അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം അമ്മയ്ക്കും, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം ഭാര്യയ്ക്കും, സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ട സ്ഥാനം അവർക്കും നിങ്ങളുടെ മക്കളുടെ മനസ്സിലുണ്ടെന്നേ. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിൻ്റെ വീട്ടുകാരോടും ഉത്തരവാദിത്തങ്ങളുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു ഭർത്താവിനും ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മായിമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ കാര്യം തന്നെയാണ്. അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം അമ്മയ്ക്ക് അവർ തന്നിരിക്കും. അതുപോലെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം ഭാര്യയ്ക്ക് അവർ കൊടുക്കുമ്പോൾ അതിന് വിലങ്ങുതടിയായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് കയറി ചെല്ലാതിരിക്കുക. ഇനിയല്ല എൻ്റെ മക്കൾ എന്നെ മാത്രം സ്നേഹിക്കാവൂ, എന്നെ മാത്രം അനുസരിക്കാവൂ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവരെ വിവാഹ ജീവിതത്തിലേക്ക് നയിക്കാതിരിക്കുക. അതാവും ഏറ്റവും നല്ല കാര്യം. വെറുതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നരകിപ്പിക്കുന്നതിലും എത്രയോ ഭേദമാണ് നിങ്ങളുടെ മക്കളെ വിവാഹം കഴിപ്പിക്കാതെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്.
ശരിയല്ലേ? മക്കളെ വെറും കറപ്പശുകളായിട്ട് കാണുന്ന മാതാപിതാക്കളുണ്ട്. അവരുടെ കാശിനും സമ്പാദ്യത്തിനും വേണ്ടി മാത്രം അലയുന്നവർ. നിങ്ങളങ്ങനെ ആക്കാതിരിക്കുക. നമ്മുടെ മക്കൾ സന്തോഷത്തിലും സമാധാനത്തിലുള്ള ജീവിതം നയിക്കുന്നത് കാണുമ്പോൾ അല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ സന്തോഷിക്കണ്ടേ? അല്ലാതെ സ്വന്തം മകൻ മരിച്ചാലും കുഴപ്പമില്ല, മരുമകളുടെ കണ്ണിൽ കണ്ണീര് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന അമ്മായിമ്മ ആകാതിരിക്കുക നിങ്ങൾ. വിവാഹം കഴിഞ്ഞുള്ള തുടക്കത്തിലെ സമയം അതൊരു ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം മനസ്സിലാക്കാനും കൂടുതൽ സ്നേഹിക്കാനും അറിയാനും ഒക്കെ എടുക്കുന്ന സമയം. അതിൻ്റെ ഇടയിൽ നിങ്ങളിങ്ങനെ മരുമകളുടെ കുറ്റവും അവളുടെ വീട്ടുകാരുടെ കുറവുകളും എല്ലാം പറഞ്ഞ് അവരുടെ ഈ നല്ല നിമിഷങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അതവരുടെ ജീവിതത്തിലുടനീളം പ്രതിഫലിക്കും. എല്ലായ്പ്പോഴും നിങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടായിക്കൊള്ളുന്ന ഇല്ലല്ലോ. നിങ്ങളുടെ അഭാവത്തിലും അവർക്ക് കൂട്ടായിട്ടും അവർക്ക് ഇണയായും തുണയായും ഉണ്ടാവേണ്ടത് അവരുടെ ഭാര്യമാർ തന്നെയാണ്. അവരെ സ്വന്തം മക്കളിൽ നിന്ന് അകറ്റിയിട്ട് മക്കളുടെ സമ്പാദ്യവും കെട്ടിപ്പിടിച്ച് എത്ര നാൾ നമ്മളൊക്കെ ഉണ്ടാവും? ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഈ ലോകത്തിൽ നിന്നൊക്കെ പോവും. സമയം വൈകിട്ടില്ല, ഇനിയും മാറ്റി ചിന്തിക്കുക. ഇതുവരെ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഒരു പുതിയ ജീവിതം ജീവിക്കുക. മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും എല്ലാവരും സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് ഒരുമിച്ച് കൊണ്ടുപോയി കുടുംബത്തിൻ്റെ താങ്ങായും തണലായും നിൽക്കാൻ ഈ അമ്മായിമാർക്കൊക്കെ പറ്റുന്നേ. ഈ കുശുമ്പും കുന്നായ്മയൊക്കെ അങ്ങ് ദൂരെ എറിയേ. എന്നിട്ട് എല്ലാവരും ഒന്ന് സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് ജീവിച്ച് കാണിക്കുക. കുടുംബത്തെ മനോഹരമായിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് വരുന്ന അമ്മായിമാരുണ്ട്. മരുമക്കളോട് സ്വന്തം മക്കൾ മോശമായി പെരുമാറിയാലും അതങ്ങനെ ചെയ്യരുത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന അമ്മമാരുമുണ്ട്. നിങ്ങളെ മരുമകളെ സ്നേഹിക്കാനായിട്ട് പോയില്ലെങ്കിലും നിങ്ങളുടെ മകനെയും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഒക്കെ വിശ്വസിച്ച് സ്വന്തം കുടുംബം കളഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് സെക്കൻഡ് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി തന്ന് ഇറങ്ങി വരുന്ന മരുമക്കളുണ്ടല്ലോ, അവർ ദ്രോഹിക്കാതിരിക്കുക. എന്നും നന്നായി വയ്ക്കുന്ന ഒരു കറി ചിലപ്പോൾ ഒരു ദിവസം വയ്ക്കുമ്പോൾ അതേ ടേസ്റ്റിൽ കിട്ടിയില്ലെങ്കിൽ ലോകമഹായുദ്ധത്തിനുള്ള ഒരു കാരണമാക്കാതെ സാരില്ലെന്നേ അതൊക്കെ ഉണ്ടാവും എന്ന് കരുതിയാൽ തീരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ ഓരോ കുടുംബത്തിലും. ഒരു നിസ്സാര കാര്യത്തെ വലിയൊരു ഭൂകമ്പമാക്കി മാറ്റുന്ന സ്ട്രാറ്റജിക്കൽ മൂവ്മെൻറ്റ്സ് അതൊക്കെ ഒന്ന് നിർത്തലാക്കുക. ഞാനീ പറയുന്നത് അമ്മായിമ്മമാർ മാത്രം കേട്ടാൽ പോരാട്ടോ. യഥാർത്ഥത്തിൽ ഈ അമ്മായിമ്മമാരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും, അതായത് സ്വന്തം അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് നടക്കുന്ന ആൺമക്കളോട് കൂടിയാണ് കേട്ടോ. ശരിയാണ്, അത് നിങ്ങളുടെ അമ്മയാണ്. പക്ഷേ മറുഭാഗത്ത് നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് തന്നെയാണ്. പലരും പറയും ഭാര്യയെ വേറെ കിട്ടും, അമ്മേനെ വേറെ കിട്ടില്ലല്ലോ. ശരിയാണ്, അമ്മയെ വേറെ കിട്ടില്ല. പക്ഷേ തെറ്റ് അതാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. പറയുന്നതാണ് ശരി. ഭാര്യയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ കൂടിയും മറുഭാഗത്ത് അമ്മയല്ലേ, എന്നാൽ ഞാൻ മിണ്ടാതിരിക്കാം. വെറുതെ പ്രശ്നം വലുതാക്കേണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നതും തെറ്റ് തന്നെയാണ്. ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. പറഞ്ഞ് മനസ്സിലാക്കുക, നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. അത് അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും. സ്വന്തം അമ്മ പറയുന്നത് നിങ്ങളുടെ അമ്മയാണെന്ന് കരുതി മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുന്നതും ഒരു തരം തെറ്റ് തന്നെയാണ്. കേട്ടിട്ടില്ലേ? തെറ്റിന് കൂട്ടു നിൽക്കുന്നതും തെറ്റാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിന് വിലങ്ങുതടിയാകാതിരിക്കുക. അമ്മായിമ്മ പദവി വിട്ട് കളഞ്ഞ് അമ്മയാകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ സന്തോഷമായിരിക്കുന്നതല്ലേ ഇഷ്ടം? അപ്പോൾ അവരെ സന്തോഷമായിട്ട് ജീവിക്കാൻ തന്നെ അനുവദിക്കുക. നിങ്ങൾ സ്നേഹിച്ചാൽ തന്നെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നേ. ചിലപ്പോൾ ചിന്തിക്കാം, മരുമകൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും ഞാൻ മിണ്ടാതെ നിന്ന് കൂട്ടു നിൽക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. പക്ഷേ പറയുന്നതിനും ചെയ്യുന്നതിനും ഓരോ രീതികളുണ്ട്. നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. അവരുടെ ഭാഗത്തുള്ള ഒരു ചെറിയ മിസ്റ്റേക്കിനെ വലുതാക്കി കാണിച്ച് മകൻ്റെയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ മുമ്പിൽ കൊട്ടിഘോഷിക്കുന്നതും രണ്ടാണ്. അവർക്കും പറഞ്ഞാലൊക്കെ മനസ്സിലാകുന്നേ. നിങ്ങളുടെ മരുമകളുടെ കുടുംബത്തിൽ അവൾ ശീലിച്ചു വന്ന രീതികളും ചിട്ടകളും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിലേതുപോലെ തന്നെ ആകണമെന്നില്ല. സോ അവർക്ക് നിങ്ങളുടെ കുടുംബത്തിലെ രീതികൾ മനസ്സിലാക്കാനും നിങ്ങൾ ഓരോരുത്തരെ മനസ്സിലാക്കാനും ഒക്കെ സമയം ആവശ്യമാണ്. അപ്പോൾ അവരതൊക്കെ ഒന്ന് പരിചയപ്പെടുന്നത് വരെ അവർക്കൊരു സമയം കൊടുക്കുക. അവരൊന്ന് സ്നേഹിച്ച് കൂടെ നിർത്തുക. അവരും നിങ്ങളെ സ്നേഹിക്കും. അല്ലാതെ തുടക്കത്തിലേ തന്നെ അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ആ ഉള്ള സ്നേഹം കൂടി കളയുന്ന നിലയ്ക്കുള്ള പ്രവൃത്തികൾ, രീതികൾ, സംസാരങ്ങൾ, കളിയാക്കലുകൾ അതൊക്കെ ഒഴിവാക്കുക. ഈ സ്വർഗവും നരകവും ഒക്കെ നമ്മളുണ്ടാക്കുന്ന രീതി അനുസരിച്ചിരിക്കും. നിങ്ങളുടെ കുടുംബം നിങ്ങൾ സ്വർഗ്ഗമാക്കിയാലല്ലേ വന്നു കയറുന്ന മരുമകൾ മാലാഖയാവുള്ളൂ.
നിങ്ങളുടെ കുടുംബം നിങ്ങൾ തന്നെ നരകാക്കിയിട്ട് വന്നു കയറുന്ന മരുമകൾ മാലാകെ ആയേ പറ്റുള്ളൂ എന്ന് ചാടി പിടിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഭൂമിയിലുള്ള കാലം സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാനല്ലേ നമുക്കിഷ്ടം. അതുപോലെ തന്നെയല്ലേ മറ്റൊരാൾക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മായിമ്മമാരെ, കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം ആളി കത്തിക്കുന്ന പെട്രോളാകാതെ ആ പ്രശ്നം കെടുത്തി കളയുന്ന വെള്ളമായിക്കൂടെ? അതല്ലേ നല്ലത്. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാകാതെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരാകാനായിട്ട് നോക്കുക. കാരണം നിങ്ങളാണ് കുടുംബത്തിൻ്റെ നെടുന്തൂണ്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഓക്കെ ആക്കി എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളുടെ മകൻ ഭാര്യേനെ ഡൈവേഴ്സ് ചെയ്ത് ഇനി കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അമ്മയില്ലാതാക്കി നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും? ഇല്ല. എല്ലാം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞതിന് ശേഷം നല്ല ബുദ്ധി തോന്നിയിട്ട് കാര്യമില്ലല്ലോ. മാത്രമല്ല ഇപ്പോഴത്തെ കുട്ടികളാരും ഈ അമ്മായിമ്മ പോര് എന്നുള്ളൊരു സ്ഥിരം ക്ലീശേ പ്രക്രിയയ്ക്ക് നിന്ന് തരുന്നവരല്ല. അപ്പോൾ എന്ത് വന്നാലും ചവിട്ടി തേക്കാനായിട്ട് അവൾ ഇവിടെ തന്നെ കാണും എന്നുള്ളൊരു അഹങ്കാരത്തിൽ ചെയ്തു കൂട്ടുന്നതാണെങ്കിൽ തെറ്റി. ഇപ്പോഴത്തെ പിള്ളേരെ അതിന് കിട്ടില്ലെന്നേ, അതും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതാണ്. മകൻ ചെയ്ത അവൻ കുഞ്ഞല്ലേ, അവനറിയില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഇതേ അമ്മായിമ്മ മകനേക്കാൾ പ്രായം കുറഞ്ഞ മരുമകളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നാൽ അവൾക്കിതൊക്കെ കണ്ടുപറഞ്ഞ് ചെയ്തൂടെ എന്ന് ശകാരിക്കാനാവും തിരക്ക് കൂട്ടുക. മരുമകളെ സ്നേഹത്തിൽ ആറാടിച്ചില്ലെങ്കിലും അവരെക്കൊണ്ട് വിവാഹമേ വേണ്ടായിരുന്നു എന്ന് ചിന്തിപ്പിക്കാതെയെങ്കിലും ഇരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മകൻ നിങ്ങൾ പറയുന്നത് എന്തും കേട്ടും അനുസരിച്ചും നിങ്ങളുടെ കൂടെ കുടപിടിച്ച് നിൽക്കുന്നുണ്ടാകാം. പക്ഷേ നാളെ ഇതെല്ലാം മാറ്റി ചിന്തിച്ച് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ മകൻ തിരിയുന്ന ഒരു സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കേ. അന്ന് അവർ നിങ്ങളെ വെറുക്കാനിടയാവും. അപ്പോൾ എന്തിനാണെന്നേ സ്വന്തം മക്കൾ വെറുത്ത ഏകതമ്മയ്ക്ക് സഹിക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കുടുംബത്തിൽ അമ്മയും അച്ഛനും മകനും മകളും മരുമകളും പേരക്കുട്ടികളും അങ്ങനെ എല്ലാവരും ചേരുമ്പോഴല്ലേ അതൊരു കുടുംബമാവുക. എല്ലാവരും കൂടുമ്പോഴേ ഒരു വീട് കുടുംബമാവുള്ളൂ. അല്ലെങ്കിൽ അത് വെറും സിമെൻറ്റും ഇഷ്ടികയും മണ്ണും വെച്ചുണ്ടാക്കിയ ഒരു കെട്ടിടയാവുള്ളൂ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം, അല്ല കൂടുമ്പോൾ ഇമ്പമുള്ളതാവണം കുടുംബം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വരവിൽ കാണാം. സ്റ്റേ ട്യൂൺ.